നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പറഞ്ഞേ? കുറെ ഓക്സിലറി വെർബ്സിനെ പറ്റി പറഞ്ഞു. എന്തൊക്കെയായിരുന്നു? ഡു, ഡസ്, ഡിഡ്, പിന്നെ ഈസ്, ആറ്, ആമ്, വാസ്, വേറെ, ഹാവ്, ഹാസ്, ഹാഡ്. ഈ വാക്കുകളുടെ പ്രത്യേകത, ഇത്രയും വാക്കുകളുടെ പ്രത്യേകത എന്താ? ചില സമയത്ത് പ്രധാന ക്രിയയായിട്ട് വരും അല്ലേ? അല്ലാതെ വേറെ ക്രിയേന്റെ കൂട്ടത്തിൽ വരുമ്പോ ഇത് ഓക്സിലറി വെർബായിട്ട് വരും. ഇങ്ങനെയുള്ളതിന് നമ്മളൊരു പേര് വിളിച്ചായിരുന്നു. എന്താ? ഇത് പ്രൈമറി ഓക്സിലറി വെർബ്സ്. ഏതൊക്കെയാ? ഹാവ്, ഹാസ്, ഹാഡ് വരെ. പിന്നെ വില്ല്, ഷാല്, നമ്മൾ ഫ്യൂച്ചറിനെ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഓക്സിലറി വെർബ്സ് ആണ് വില്ലും ഷാലും അല്ലേ? അതിന് വേറൊരു പേര് പറയും മോഡൽ ഓക്സിലറി വെർബ്സ്. ഓക്കെ അല്ലേ? അപ്പൊ ക്രിയനെ പറ്റി നമ്മൾ പറഞ്ഞു. ക്രിയ ചെയ്യുന്ന സമയം കണക്കാക്കാൻ വേണ്ടിയിട്ടാണ്. അതിനാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത്? ടെൻസ് അല്ലേ? ഏത് സമയത്താണ് ക്രിയ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടെൻസ് ഉപയോഗിക്കുന്നത്. ടെൻസ് നമ്മൾ പറഞ്ഞു. ഒന്ന് കഴിഞ്ഞത്, പിന്നെ ഇപ്പൊ നടക്കുന്നത്, പിന്നെ ഭാവിയില് വരാൻ പോകുന്നത് അല്ലേ? ഇപ്പൊ ഉള്ളതിന് എന്താ പറയുന്നേ? പ്രസന്റ്. കഴിഞ്ഞു പോയത് പാസ്റ്റ്. വരാൻ പോകുന്നത് അല്ലേ? ഇങ്ങനെ പറഞ്ഞല്ലോ. ഞാൻ എന്നും രാവിലെ 5 മണിക്ക് ഉണരും. എങ്ങനെയാ ഇംഗ്ലീഷ് പറയുന്നേ? ഞാൻ എന്നും രാവിലെ 5 മണിക്ക് ഉണരുന്നു. പ്രസന്റ് ആണോ, പാസ്റ്റ് ആണോ, ഫ്യൂച്ചർ ആണോ? പാസ്റ്റ് ആണോ? സ്ഥിരമായിട്ട് തുടർന്ന് എന്നും ചെയ്യുന്ന ഒരു കാര്യമാണ്. സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യത്തെ നമ്മൾ എപ്പോഴും പ്രസന്റിലേ പറയുള്ളൂ. സിമ്പിൾ ആയിട്ടുള്ള പ്രസന്റിലേ പറയുള്ളൂ. ഇതെല്ലാം സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ, സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ സിമ്പിൾ ആയിട്ടേ പറയുള്ളൂ. ഓക്കെ? എന്നും ചെയ്യുന്ന കാര്യങ്ങൾ. ഇപ്പൊ സൂര്യൻ എന്നും ഉദിക്കുന്നുണ്ട് അല്ലേ? സൂര്യൻ എന്നും പടിഞ്ഞാറ് അസ്തമിക്കുന്നു. വെള്ളം താഴേക്ക് ഒഴുകുന്നു. വെള്ളം 100 ഡിഗ്രിയിൽ തിളയ്ക്കുന്നു. അതൊക്കെ സത്യമായ കാര്യങ്ങളാണ് അല്ലേ? ഇങ്ങനെ സ്ഥിരമായിട്ടുള്ള കാര്യങ്ങളും സത്യമായ കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പ്രസന്റിലേ പറയുന്നത്. ഏത് പ്രസന്റില്? സിമ്പിൾ ആയിട്ടുള്ള പ്രസന്റില്. അതാണ് സിമ്പിൾ പ്രസന്റ് ടെൻസ് നമ്മൾ പറഞ്ഞത് അല്ലേ? പിന്നെ സാധാരണ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയും. അദ്ദേഹം ഒരു ടീച്ചറാണ്. ഞാൻ പുൽപ്പള്ളി താമസിക്കുന്നു. അങ്ങനെയുള്ള സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ സിമ്പിൾ ആയിട്ട് പറയുന്നതിന് ഉപയോഗിക്കുന്നതാണ് ഈ പ്രസന്റിലെ സിമ്പിൾ ആയിട്ടുള്ള ഫോം. അതാണ് സിമ്പിൾ പ്രസന്റ്. അപ്പൊ എല്ലാത്തിലും ഈ സിമ്പിൾ ഉണ്ട്. പ്രസന്റിൽ സിമ്പിൾ ഉണ്ട്, പാസ്റ്റിൽ സിമ്പിൾ ഉണ്ട്, ഫ്യൂച്ചറിൽ സിമ്പിൾ ഉണ്ട്. ഓക്കെ അല്ലേ? ഇതിലെല്ലാത്തിലും നമുക്ക് സിമ്പിൾ ആയിട്ട് ഈ മൂന്ന് കാലത്തിലും പ്രസന്റിൽ പറയാം, പാസ്റ്റിൽ പറയാം, ഫ്യൂച്ചറിൽ പറയാം. എന്ത്? സിമ്പിൾ ആയിട്ട്. ഓക്കെ? പ്രസന്റിൽ സിമ്പിൾ ആയിട്ട് സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളും അതുപോലെ കറക്റ്റ് ഒരു എന്നും സംഭവിക്കുന്ന കാര്യങ്ങൾ. ഇപ്പൊ സൂര്യൻ ഉദിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു, വെള്ളം തിളക്കുന്ന കറക്റ്റ് സത്യമാണ്, നിത്യസത്യമാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രസന്റില് സിമ്പിൾ ആയിട്ടേ പറയുള്ളൂ. പ്രസന്റ് ടെൻസില് സിമ്പിൾ ആയിട്ടേ പറയുള്ളൂ. പിന്നെ അല്ലാതെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ. അദ്ദേഹം ഒരു ടീച്ചറാണ്. നേരത്തെ ടീച്ചറായിട്ടുണ്ടാവും, പക്ഷെ ഇപ്പോഴും ടീച്ചറാണല്ലോ. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ സിമ്പിളായിട്ട്. എനിക്കൊരു വണ്ടിയുണ്ട്, ഇപ്പോൾ ഉള്ള കാര്യമല്ലേ? അതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ. അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടെൻസാണ് സിമ്പിൾ പ്രസന്റ്. സിമ്പിളായിട്ട് പ്രസന്റിൽ പറയുന്നത്. മനസ്സിലായോ? സിമ്പിളായിട്ട് പ്രസന്റിൽ പറയുന്നതിനാണ് സിമ്പിൾ പ്രസന്റ് ടെൻസ്. ഞാൻ ഇന്ന് രാവിലെ 5 മണിക്ക് ഉണരുന്നു. പറഞ്ഞോ? ആരാ ഉണരുന്നേ? ഹായ്. ഐ വേക്കപ്പ്. ഉണരുക എന്നുള്ളത് ഐ വേക്കപ്പ്. പിന്നെ സമയം 5 മണിക്ക് കറക്റ്റ് ഒരു സമയം പറയുന്നുണ്ട്. അപ്പൊ കൃത്യമായിട്ട് ഒരു സമയത്തെ കാണിക്കാൻ നമ്മൾ ഏതാ ഉപയോഗിക്കുന്നത്? അറ്റ് 5 അല്ല 5 o'clock. അറ്റ് 5 എന്നും രാവിലെ. എവരി മോർണിംഗ്. എന്നും രാവിലെ. എവരി മോർണിംഗ്. ഓക്കെ? ഇന്ന ഒരു മോർണിംഗ് വേണോ? അപ്പൊ രാവിലെ വൈകുന്നേരം കാണിക്കാൻ ഇന്ന് നമ്മൾ ഉപയോഗിക്കില്ലായിരുന്നോ? അറ്റ് നൈറ്റ്. രാത്രിനെ പറയാൻ അറ്റ് പറയില്ലായിരുന്നോ?
ഇവിടെ ഇൻ എവരി മോർണിംഗ് വേണോ? വേണോ? ഐ വേക്കപ്പ് അറ്റ് 5 എവരി മോർണിംഗ്. 5 മണിക്ക് എഴുന്നേൽക്കുന്നു എല്ലാ ദിവസവും. ഈ എവരി എന്ന് വന്നുകൊണ്ട് അതിനു മുമ്പ് നമ്മൾ ഇന്നൊന്നും അറ്റൊന്നും ഉപയോഗിക്കില്ല കേട്ടോ. ഇൻ മോർണിംഗ് ഉപയോഗിക്കില്ല. എവരി എന്ന് വന്നില്ലെങ്കിൽ വേക്കപ്പ് അറ്റ് 5 ഇൻ ട്യൂസ്ഡേ മോർണിംഗ് ഒക്കെ ആണെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ഓക്കെ. ഇവിടെ ഐ വോക്കപ്പ് അറ്റ് 5 എവരി മോർണിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് രാവിലെ 5 മണിക്ക് ഉണരുന്നു. ഓക്കെ, പഠിച്ചോ? ഞാൻ ഇന്ന് രാവിലെ 5 മണിക്ക് ഉണരുന്നു. അതിന്റെ സ്ഥാനത്ത് ഹി ആണെങ്കിലോ, അവൻ ഇന്നും രാവിലെ 5 മണിക്ക് ഉണരുന്നു. എങ്ങനെ പറയും? ഇവിടെ വെർബ് ഏതാ? ഉണരുക, വേക്ക് അല്ലേ? ഐ വേക്കപ്പ് അറ്റ് 5 o'clock എവരി മോർണിംഗ്. ഞാൻ എന്നും രാവിലെ 5 മണിക്ക് ഉണരുന്നു. അവനാണെങ്കിലോ അതിൽ ചെറിയ വ്യത്യാസം വരും. നമ്മൾ നേരത്തെ ഇത്ര നാൾ പഠിച്ചാണ്. ഐ എ, വി എ, യു, ഹി, ഷി, ഇറ്റ്, പിന്നെ വേറെ എന്തെങ്കിലും പേര്. ഈ ഹീയും ഷീയും അങ്ങനെയുള്ള ഏകവചനങ്ങൾ വന്നാൽ ഐയും വിയും യു ഒഴിവാക്കിയിട്ട് ഹീ ഷീയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ വേക്കിന്റെ കൂട്ടത്തില് ഇത് ഡൂവിന്റെ ഫോമും മറ്റേ ഡസിന്റെ ഫോമും എന്ന് പറഞ്ഞു. അപ്പൊ വേക്ക് എന്നുള്ളതിന്റെ ഒരു എന്ത് ചേർക്കണം? ഒരു എസും കൂടെ ചേർക്കണം. വേക്സ് നാം. മനസ്സിലായോ? അത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. ഈ പ്രവൃത്തിന്റെ കൂട്ടത്തില് ഡൂ ഉണ്ട്. ചില സമയത്ത് ഹീ ഷീയും ഏകവചനം വരുമ്പോ ആ പ്രവൃത്തി എന്താകും? പ്രവൃത്തിയും ഏകവചനത്തിലേക്ക് ആക്കണം. അതിനെ വേക്ക് എന്നുള്ളതിന് വേക്സ് നാക്കി. ഹീ വേക്സ് അപ്പ് അറ്റ് 5 എവരി മോർണിംഗ്. ഓക്കെ, ശരിയല്ലേ? അവളാണെങ്കിലോ പെട്ടെന്ന് ഇംഗ്ലീഷിൽ പറ. അവള് ഇന്ന് രാവിലെ 5 മണിക്ക് എഴുന്നേക്കും. പെട്ടെന്ന് പറയണം. ഷീ വേക്കപ്പ് ആണോ വേക്സ് അപ്പ് ആണോ? കാരണം ഷീ എന്ന് പറഞ്ഞാൽ ഒരാളേ ഉള്ളൂ. അതുകൊണ്ട് ഷീ വേക്സ് അപ്പ് അറ്റ് 5 എവരി മോർണിംഗ്. ഓക്കെ അല്ലേ? യു ആണെങ്കിലോ, യു വേക്കപ്പ് ആണോ വേക്സ് അപ്പ് ആണോ? യു വേക്കപ്പ് അറ്റ് 5 എവരി മോർണിംഗ്. അതുപോലെ ബി ആണെങ്കിലും ഞങ്ങൾ എന്നും രാവിലെ 5 മണിക്ക് എഴുന്നേക്കുന്നു. അത് പതിവായി ചെയ്യുന്ന കാര്യമാണ്. അതൊക്കെ സിമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്നു. സിമ്പിൾ ആയിട്ട് എന്തിൽ പറയുന്നു? പ്രസന്റില് പറയുന്നു. ഓക്കെ അല്ലേ? അപ്പോ ഞങ്ങൾ എന്നും രാവിലെ 5 മണിക്ക് എഴുന്നേക്കുന്നു. എങ്ങനെ പറയും? ഹി ബി വേക്സ് അപ്പ് ആണോ വേക്കപ്പ് ആണോ? ബി വേക്ക് അപ്പ് അറ്റ് 5 എവരി മോർണിംഗ് അല്ലേ? ഓക്കെ അല്ലേ? ഇത് മനസ്സിലായോ? ഞാൻ ഇന്ന് രാവിലെ നമ്മൾ സിമ്പിൾ ആയിട്ടൊരു മലയാള വാക്യം ഇംഗ്ലീഷ് വാക്യമാണ്. ഞാൻ ഇന്ന് രാവിലെ 5 മണിക്ക് ഉണരുന്നു അല്ലേ? ഐ വേക്കപ്പ് അറ്റ് എവരി മോർണിംഗ്. അവൻ എന്ന് രാവിലെ എഴുന്നേൽക്കുന്നു. വേക്കപ്പ് എന്നുള്ളത് വേക്സ് അപ്പ് നായി അല്ലേ? യു ആകുമ്പോഴും അങ്ങനെ. ഹി ആണെങ്കിലോ, രാജു ആണെങ്കിലോ, രാജു വേക്കപ്പ് ആണോ വേക്സ് അപ്പ് ആണോ? രാജു എന്ന് പറഞ്ഞാൽ ഒരാളേ ഉള്ളൂ. അപ്പൊ രാജു എന്ന് പറഞ്ഞാൽ ഒരാളേ ഉള്ളൂ. അപ്പൊ വേക്ക് എന്നുള്ളത് എന്താവും? വേക്സ് ആവും. അതായത് ഐ എ, യു, വി എ അങ്ങനെ പ്ലൂറൽ വരുന്നത് ഒഴിവാക്കിയിട്ട് ബാക്കി എല്ലാത്തിനും നമ്മൾ എസ് ഒ ഇ എസ് ഒ ചേർത്തിട്ട് ഉപയോഗിക്കാം. ഓക്കെ ഓക്കെ അല്ലേ? ഇത് ഞാൻ 5 മണിക്ക് ഉണരുന്നു. എന്നും രാവിലെ 5 മണിക്ക് ഉണരുന്നു. അതൊരു പോസിറ്റീവ് സെന്റൻസ് ആണ്. ഉണരുന്നു, ചെയ്യുന്നു, വരുന്നു, പോകുന്നു. ഇതെല്ലാം ഇല്ല 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 അല്ല അല്ല എന്ന് പറയുമ്പോഴാണ് അത്. എപ്പോഴും നമുക്ക് പോസിറ്റീവ് സെന്റൻസ് മാത്രം ഉപയോഗിക്കാൻ പറ്റിയല്ലോ. അപ്പോൾ നമ്മൾ ചില സമയത്ത് എന്ത് സെന്റൻസ് ഉപയോഗിക്കണം? നെഗറ്റീവ് സെന്റൻസ് ഉപയോഗിക്കണം. ഞാൻ എന്നും രാവിലെ 5 മണിക്ക് ഉണരുന്നില്ല. ഐ ഡിഡിന്റ് ആണോ? ഇവിടെ എന്താ? ഐ വേക്കപ്പ് എന്ന് പറഞ്ഞാൽ വേക്കിനകത്ത് എന്തുണ്ടെന്നാ ഞാൻ പറഞ്ഞേ? ഡൂ ഉണ്ട്. വേക്സിനകത്ത് എന്താ ഉണ്ടായേ? ഡസ് ഉണ്ട് അല്ലേ? വേക്സ് എന്ന് പറഞ്ഞാല് അല്ലേ? വേക്കിനകത്ത് ഡൂവും നമ്മൾ കഴിഞ്ഞ പ്രവർത്തിക്കാണ്
ഡിഡ് ഉപയോഗിക്കുന്നത്. ആ പ്രവൃത്തി കഴിഞ്ഞു, അതായത് ഡിഡ് വേക്ക് എന്ന് പറഞ്ഞാലാണ് ആ പ്രവൃത്തി കഴിഞ്ഞു. ഓക്കെ ഓക്കെ ആണോ? വേക്കപ്പ് മനസ്സിലായോ? ഐ വേക്കപ്പ് അറ്റ് എവരി മോർണിംഗ്. അപ്പൊ ഇത് നമ്മൾ നെഗറ്റീവിൽ പറയണമെങ്കിൽ എങ്ങനെ പറയുന്നേ? ഇതിനകത്തെ നോക്കുക എന്താ ഉള്ളത്? ഡു ആണോ ഡസ് ആണോ? ഐ ഡു നോട്ട് വേക്സപ്പ് ആണോ വേക്കപ്പ് ആണോ? വേക്കപ്പ് അറ്റ് 5 എവരി മോർണിംഗ്. ഇപ്പൊ നമ്മള് ഒരു സെന്റൻസ് പറയാൻ പഠിച്ചു, അതുപോലെ തന്നെ അതിന് നെഗറ്റീവ് പറയാൻ പഠിച്ചു. ഞാനിന്ന് രാവിലെ 5 മണിക്ക് ഉണരുന്നു. ഞാനിന്ന് രാവിലെ 5 മണിക്ക് ഉണരുന്നില്ല. ഐ ഡു നോട്ട് വേക്സപ്പ് അറ്റ് 5 എവരി മോർണിംഗ്. ഐ ഡു നോട്ടിന് വേണം നമുക്ക് ഡു നോട്ടും കൂടെ കൂട്ടിയിട്ട് പറയാൻ ഡോണ്ട്. ഐ ഡോണ്ട് വേക്കപ്പ് അറ്റ് 5 എവരി മോർണിംഗ്. അതുപോലെ ഇത് ഓക്കെ, ഹി വേക്സ് അപ്പ് അറ്റ് 5 എവരി മോർണിംഗ്. ഹി വേക്സ് അപ്പ്. ഹി ആകുമ്പോൾ ഒരാളെ ഉള്ളൂ. വേക്സ് എന്ന് പറഞ്ഞാല് അതിനകത്ത് എന്താ ഉള്ളത്? ഡസ് ആണ് അല്ലേ? ഹി എന്ന് പറഞ്ഞാല് ഹി വേക്സ് എന്ന് പറയുമ്പോ ഹി എന്ന് പറഞ്ഞാൽ ഒരാളെ ഉള്ളൂ. ഒരാളെ ഉള്ളപ്പോ വേക്ക് എന്ന് ഉപയോഗിക്കില്ല. ഇതിന്റെ സിംഗുലർ ആയിട്ടുള്ള രൂപം ഉപയോഗിക്കുള്ളൂ. ഹി വേക്സ് അപ്പ് അറ്റ് 5 എവരി മോർണിംഗ്. അവനൊന്നും ഹി ഡു നോട്ട് അല്ലേ? ഹി ഡു നോട്ട് ഇല്ല. ഡോണ്ട് വേക്സ് അപ്പ് അറ്റ് 5. യു വേക്ക് അപ്പ് അറ്റ് 5 എവരി നൈറ്റ്. നീ എന്നും രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കുന്നില്ല. എങ്ങനെ പറയും? യു ഡോണ്ട്. ഇവിടെ ഏതാണുള്ള? ഡു ആണോ ഡസ് ആണോ? യു ഡോണ്ട് വേക്ക് അപ്പ് അറ്റ് 5 എവരി മോർണിംഗ്. മനസ്സിലായില്ലേ? ഒരു പോസിറ്റീവ് സെന്റൻസും ഒരു നെഗറ്റീവ് സെന്റൻസും. അത് നേരെ തിരിച്ച് നമുക്ക് ചോദിക്കാം, നീ എന്നും രാവിലെ 5 മണിക്ക് എഴുന്നേക്കുമോ? നീ എന്നും രാവിലെ, ഇവിടെ നമ്മൾ പറഞ്ഞു ഞാനിന്ന് രാവിലെ 5 മണിക്ക് എഴുന്നേക്കുന്നു. ഞാനിന്ന് രാവിലെ 5 മണിക്ക് എഴുന്നേക്കുന്നില്ല. പോസിറ്റീവും പറഞ്ഞു നെഗറ്റീവും പറഞ്ഞു. ഇനി അതേപോലെ തന്നെ നമുക്ക് ചോദിക്കാം, നീ ഇന്ന് രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കുമോ? എങ്ങനെ ചോദിക്കാം? ഇതിനകത്ത് എന്താ ഉള്ളേ? ഡു ഉണ്ട്. ആ ഡൂവിനെ ആദ്യം എടുത്തിട്ടാ മതി. ഡു യു വേക്ക് അപ്പ് അറ്റ് 5 എവരി മോർണിംഗ്. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പഠിച്ചില്ലേ? ഡു യു വേക്ക് അപ്പ് അറ്റ് 5 എവരി മോർണിംഗ്. നീ ഇന്ന് രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കുമോ? അല്ലേ? എഴുന്നേൽക്കുമോ? ഇതിന്റെ പോസിറ്റീവ് പഠിച്ചു, ഇതിന്റെ നെഗറ്റീവ് പഠിച്ചു, ഇതിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കാനും പഠിച്ചു. ഡു യു വേക്ക് അപ്പ് അറ്റ് 5 എവരി മോർണിംഗ്. അവളാണെങ്കിലോ? അവൾ ഇന്നും രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കുമോ? എങ്ങനെ ചോദിക്കും? അവിടെ ഡു ആണോ ഡസ് ആണോ? ഡസ് ഇടുക. ഡസ് ഷീ വേക്സ് അപ്പ് ആണോ വേക്കപ്പ് ആണോ? വേക്സ് അപ്പ്. ഈ ഡസ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മള് ഈ വേക്സ് ഇടണ്ട, വേക്ക് മാത്രം മതി. മനസ്സിലായോ? ഈ വേക്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഡസ് വേക്ക് എന്നാണ്. അപ്പൊ ഈ ഡസ് ആദ്യം ഇട്ടത് കൊണ്ട് പിന്നെ നമ്മൾ വേക്സ് ഇടാൻ പാടില്ല, പകരം വേക്ക് എഴുതാൻ പാടുള്ളൂ. ഡസ് ഷീ വേക്ക് അപ്പ് അറ്റ് 5 എവരി മോർണിംഗ്. അവളൊന്നും രാവിലെ 5 മണിക്ക് എഴുന്നേക്കുമോ? അല്ലേ? എഴുന്നേക്കാറുണ്ടോ? ഓക്കെ അല്ലേ? നീ എന്നും രാവിലെ 5 മണിക്ക് എഴുന്നേക്കാറുണ്ടോ? പെട്ടെന്ന് പറ. ഡു യു? റിയോൺ ഒന്നും രാവിലെ 5 മണിക്ക് എഴുന്നേക്കാറുണ്ടോ? പെട്ടെന്ന് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ. Does Rion wake up at 5 every morning? ഞാനെന്നും രാവിലെ 6 മണിക്ക് നടക്കാൻ പോകും. ഞാനെന്നും രാവിലെ 6 മണിക്ക് നടക്കാൻ പോകും.
ഞാൻ ഇന്ന് രാവിലെ പതിവായിട്ട് ചെയ്യുന്ന കാര്യമാണ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ മതി. പതിവായിട്ട് ചെയ്യുന്ന കാര്യമൊക്കെ നമ്മൾ എന്തായിട്ട് പറഞ്ഞാൽ മതി? സിമ്പിൾ ആയിട്ട് പ്രസന്റിൽ പറഞ്ഞാൽ മതി. പ്രസന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ചെയ്യുന്ന കാര്യം സിമ്പിൾ പ്രസന്റ്. സിമ്പിൾ ആയിട്ട് പ്രസന്റിൽ ഹാവ് സിമ്പിൾ ആയിട്ട് പ്രസന്റ് പറയാം. ഹാവ് എന്ന് പറഞ്ഞാൽ എനിക്കുണ്ട് എന്നൊക്കെ പറയണം. I go for a walk at 6 every morning. ഞാൻ ഇന്ന് രാവിലെ 6 മണിക്ക് നടക്കാൻ പോകാറ്. അല്ലേ? അത് ശീലമല്ലേ? എന്റെ ശീലമാണ്. I go for a walk at every morning. അത് ഹി ആണെങ്കിലോ? ഹി ആണെങ്കിൽ goes for a walk. പെട്ടെന്ന് പറ. ശ്രദ്ധിക്കേ. I go for a walk at 6 every morning. ഞാൻ എന്നും 5 മണിക്ക് നടക്കാൻ പോകാറുണ്ട്. അവൻ പോകാറുണ്ടെന്ന് പറയണെങ്കിലോ? He goes for a walk at 6. അല്ലേ? അവളാണെങ്കിലോ? പറ. ഇംഗ്ലീഷ് മൊത്തം പറ. അവൾ എന്നും 5 മണിക്ക് 6 മണിക്ക് പറ. കറക്റ്റ് ആയിട്ട് പറ. She go ആണോ goes ആണോ? She goes for a walk at 6 every morning. മിഥുൻ ആണെങ്കിലോ? Midun goes for a walk at 6 every morning. പഠിച്ചല്ലോ. മിഥുനെന്നും രാവിലെ 5 മണിക്ക് നടക്കാൻ. ഞാനൊന്നും നടക്കാൻ പോകാറില്ല. ഉണ്ടെന്ന് പറഞ്ഞു. ഇല്ല എന്നൊക്കെ പറയണം. I go. ഇവിടെ ഗോയും ഗോസും ആണ് ഉള്ളത് അല്ലേ? ഗോ എന്ന് പറയുമ്പോഴത്തേക്ക് ഐ ബി എ യു ഒക്കെ വരുമ്പോ, അതുപോലെ പ്ലൂറൽസ് ഒക്കെ വരുമ്പോ ഗോ നമ്മൾ ഉപയോഗിച്ചേ. ഗോ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഡു ഗോ എന്നാണ് അല്ലേ? ഹി ഷീ ഇറ്റ് പിന്നെ ഓരോ പേഴ്സന്റെ വ്യക്തിയൊക്കെ പറയുമ്പോൾ നമ്മൾ ഗോയിന് വരാം എന്താ ഉപയോഗിക്കുന്നത്? ഗോസ്. ഗോസ് എന്ന് പറഞ്ഞാല് ഡസ് ഗോ എന്നാണ് അല്ലേ? ആ ഗോയ്ക്കകത്ത് എന്താ ഉള്ളത്? ഡസ് ആണുള്ളത്. അപ്പൊ ഹി ഗോ ആണോ? ഹി ഗോസ് അല്ലേ? അപ്പൊ ഞാൻ എന്നും 6 മണിക്ക് നടക്കാൻ പോകാറില്ല എന്നെങ്ങനെ പറയുന്നേ? എന്താ ഉള്ളേ? ഡു അല്ലേ ഉള്ളേ? ഐ ഡു ഗോയാണോ? ഡു ഗോ എന്ന് പറഞ്ഞാൽ പോകുന്നതാ. ഡു ഗോയാണോ? ഐ ഡു നോട്ട് ഗോ ഫോർ എ വാക്ക് at 6 every morning. ഞാൻ 6 മണിക്ക് നടക്കാൻ പോകാറില്ല അല്ലേ? ഡു നോട്ട് ഗോ അല്ലെ? ഐ ഡോണ്ട് ഗോ അല്ലേ? അവനാണെങ്കിലോ? he does not ഡു നോട്ട് വരില്ല. ഹി ആകുമ്പോഴും ഷീ ആകുമ്പോഴും എന്ത് വരും? does not go for a walk at 6. ഓക്കെ. പിന്നെ രാമു ആണെങ്കിലോ? രാമു ഒന്ന് രാവിലെ 6 മണിക്ക് നടക്കാൻ പോകും. പെട്ടെന്ന് പറ. രാമു goes for a walk at 6 every morning. രാമു ഒന്നും രാവിലെ നടക്കാൻ പോകാറില്ല. രാമു does not go for a walk at 6 every morning. ഞാൻ സ്കൂളിൽ ബസ്സിനാണ് പോകുന്നത്. പറ. ഇംഗ്ലീഷ് പറ. ഞാൻ ഇന്ന് സ്കൂളില് ബസ്സിനാണ് പോകാറ്. ബസ്സിനാണ് പോകുന്നത്. അതെല്ലാം അറിയാലേ? ഐ ഗോ ടു സ്കൂൾ ബൈ ബസ്. എന്താ പറയുന്നേ? ഐ ഗോ ടു സ്കൂൾ ബൈ ബസ്. ഞാൻ സ്കൂളിൽ ബസ്സിനാണ്. ഞാൻ സ്കൂളിൽ നടന്നാണ് പോകുന്നത്. ഐ ഗോ ടു സ്കൂൾ ബൈ വാക്ക്. നടന്നാണ് പോകുന്നത്. ഞാൻ സ്കൂളിൽ നടന്നാണ് പോകുന്നത്. എങ്ങനെ പറയുന്നത്? ഐ ഗോ ടു സ്കൂൾ ബൈ ബസ്. ഇതെന്താണ് സംഭവം? ഇതൊക്കെ നമ്മൾ സിമ്പിൾ ആയിട്ട് പറയുന്നല്ലോ. നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യം സിമ്പിൾ ആയിട്ട് പറയുന്ന ടെൻസ് ആണ്. അതുകൊണ്ട് ഇതിനെ എന്ത് ടെൻസ് എന്ന് വിളിക്കാം? സിമ്പിൾ പാസ്റ്റ്. അതുപോലെ സിമ്പിൾ ആയിട്ട് പാസ്റ്റിലുള്ളതിനെ എന്ത് വിളിക്കാം? സിമ്പിൾ പാസ്റ്റ്. സിമ്പിൾ ആയിട്ട് ഫ്യൂച്ചറിലുള്ളതിനെ എന്തെന്ന് വിളിക്കാം? സിമ്പിൾ ഫ്യൂച്ചർ. നമ്മൾ പതിവായി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എപ്പോഴും എന്തിലേ പറയുള്ളൂ? സിമ്പിൾ ആയിട്ട് പ്രസന്റിലെ പറയുള്ളൂ അല്ലേ? ഇനി അവള് സ്കൂളിൽ ബസ്സിനാണ് പോകുന്നത്. പെട്ടെന്ന് പറ. പറഞ്ഞോ. ഷീ ഗോയാണോ ഗോസാണോ? അത്ര മതി. ഷീ ഗോസ് ടു സ്കൂൾ ബൈ ബസ്. രാജു എന്ന സ്കൂളിലാണ് ബസ്സിനാണ് പോകുന്നത്. രാജു ഗോസ് ടു സ്കൂൾ ബൈ ബസ്. അവരെന്ന് സ്കൂളിൽ ബസ്സിനാണ് പോകുന്നത്.
They go ആണ് goes ആണ് പെട്ടെന്ന് പറ. They go to school by bus. ഞങ്ങൾ ഇന്ന് സ്കൂളിലെ ബസ്സിനാണ് പോകുന്നത്. We go to school by We bus. go ആണ് goes ആണോ? Go. We go to school By by bus. ഞങ്ങൾ ഇന്ന് സ്കൂളിൽ ബസ്സിനല്ല പോകുന്നത്. We go to school. ഞങ്ങൾ സ്കൂളിൽ ബസ്സിനല്ല പോകുന്നത്. We do not go to school by അല്ലേ? അവൻ സ്കൂളിൽ ബസ്സിനല്ല പോകുന്നത്. He ആകുമ്പോ does not go to school by bus. നീ എന്നും സ്കൂളിൽ ബസ്സിനല്ല പോകുന്നത്. അപ്പോ നെഗറ്റീവ് സെന്റൻസ് ആയി. നെഗറ്റീവ് ആകുമ്പോഴത്തേക്ക് ഡു ആണോ ഡസ് ആണോ വരുന്നത് നോക്കിയാൽ മതി. ഓക്കെ. ആ നീ എന്നും സ്കൂളിൽ ബസ്സിനല്ല പോകുന്നത്. പെട്ടെന്ന് പറ. യു ഡു നോട്ട് ഗോസ് ടു സ്കൂൾ ആണോ ഗോ ടു സ്കൂൾ ആണോ? ഡു നോട്ട് ഗോ ടു സ്കൂൾ ബൈ ബസ്. അങ്ങനെയാണ് നമുക്ക് ചോദ്യമോ ചോദിക്കാം. എന്താ ചോദ്യം ചോദിക്കുന്നേ? അവനെന്നും സ്കൂളിൽ ബസ്സിനാണോ പോകുന്നത്? അത് ചോദിക്കണ്ടേ? അങ്ങനെ ചോദിച്ചിട്ടുണ്ടേ. അവനെന്നും സ്കൂളിൽ ബസ്സിനാണോ പോകുന്നത്? ഇല്ല നീ എന്നും സ്കൂളിൽ ബസ്സിനാണോ പോകുന്നത്? അങ്ങനെ ചോദിക്കില്ലേ നമ്മളെ കൂട്ടുകാരോട്? നീ എന്നും സ്കൂളിൽ ബസ്സിനാണോ പോകുന്നത്? എങ്ങനെ ചോദിക്കും? നീ എന്നും സ്കൂളിൽ ബസ്സിനാണോ പോകുന്നത്? Do you go to school by bus? Do you go to school by bus? Do you go to school By bus. by നീ ബസ്സിനാണോ School പോയി. സ്കൂളിൽ പോകുന്നത്? ഇതിനെടുത്തിട്ട് ആദ്യം ഇട്ടാ പോരെ? ഓക്കെ. ഞാൻ എല്ലാ ഞായറാഴ്ച സിനിമയ്ക്ക് പോകാറുണ്ട്. I will go to. Well, I ആ will. പരിപാടി ചെയ്യുന്ന ഐ വിൽ ഗോ ടു ഭാവിയിൽ പോകുന്നല്ല. Go to. സ്ഥിരമായിട്ട് ചെയ്യുന്നതല്ല. നമ്മൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ മതി. ഓക്കെ. സിമ്പിൾ. ഞാൻ അടുത്ത ഞായറാഴ്ച പോകുന്നു പറഞ്ഞാല് I will. ഐ വിൽ ഗോ ടു ഫിലിം At Sunday. നെക്സ്റ്റ് സൺഡേ. അങ്ങനെ പറയാം അല്ലേ? പക്ഷെ ഇവിടെ നമ്മൾ സിനിമ ഞാൻ എല്ലാ ഞായറാഴ്ചയും സിനിമയ്ക്ക് പോകാറുണ്ട്. എങ്ങനെ പറയും? I go to every week. ഐ ഗോ ടു Movie. മൂവി Every week. എവരി സൺഡേ. എല്ലാ ഞായറാഴ്ചയും പോകാറുണ്ട്. മനസ്സിലായോ? പതിവായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങള് പറയാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് സിമ്പിൾ ആയിട്ട് പ്രസന്റില് ഉള്ള ടെൻസ്. ഓക്കെ. I'm a teacher. I am a. നേരത്തെ നെഗറ്റീവ് മനസ്സിലായില്ലേ? അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത് മനസ്സിലായി. I'm a teacher. ഇതിനകത്ത് ആമുണ്ട്. ആം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞാണ്. ആം എന്ന് പറഞ്ഞാൽ ആകുന്നു. I am a teacher എന്ന് പറഞ്ഞാല് ഞാനൊരു ടീച്ചർ ആകുന്നു അല്ലേ? ഇത് ഏത് ടെൻസാ? നിലവിലാകുന്നതാണ്. അതൊക്കെ സിമ്പിൾ ആയിട്ട് പറയുന്ന കാര്യമാണ്. ഞാനിപ്പോ ആകുന്നു, ഞാൻ ടീച്ചർ ആകുന്നു. ഈ ആം എന്നുള്ളത് വേറെ ഒരു ക്രിയേന്റെ കൂട്ടത്തിൽ വരുമ്പോഴാണ് ഈ ടെൻസിന്റെ രൂപം മാറുന്നത്. ഇപ്പൊ ഞാൻ ആകുന്നു എന്ന് പറഞ്ഞാൽ അത് പ്രധാന ക്രിയയായിട്ടാണ് വരുന്നത്. ഐ ആം വാക്കിംഗ് കണ്ടോ? ഇവിടെ വാക്കിംഗ് എന്ന് പറഞ്ഞാൽ പ്രധാന ക്രിയയാണ്. പ്രധാനപ്പെട്ട ക്രിയേന്റെ കൂട്ടത്തിൽ ആം വരുമ്പോ അതിന്റെ രൂപം മാറുന്നു. അപ്പൊ ഇത് എന്താകുന്നു? സഹായ ക്രിയ അല്ലെങ്കിൽ ഓക്സിലറി വെർബാകുന്നു. പക്ഷെ ഇവിടെ ഐ ആം എ ടീച്ചർ എന്ന് പറഞ്ഞാൽ ഈ ആമിന്റെ സ്ഥാനത്ത് ആം ഒരു വെർബിന്റെ മെയിൻ വെർബിന്റെ സ്ഥാനത്താണ് ഉള്ളത്. ഞാൻ ആകുന്നു. എന്താകുന്നു? ടീച്ചർ ആകുന്നു. ഇവിടെ ഐ ആം വാക്കിംഗ് എന്ന് പറഞ്ഞാല് ഈ വാക്കിങ്ങിന്റെ കൂട്ടത്തിൽ ഈ ആം വരുമ്പോഴോ എന്തായി? ഈ വാക്കിങ്ങിനെ സഹായിക്കുന്ന ഒരു ക്രിയയായി. അപ്പൊ വാക്ക് എന്നുള്ളതിന് പകരം ഈ രണ്ട് ക്രിയ, ഈ സഹായ ക്രിയകൾ വരുമ്പോ വാക്കിന് ചെറിയ മാറ്റം വരും. വാക്ക് എന്നുള്ളത് നിന്നും കൂടെ കൂടും, വാക്കിംഗ് ആവും. ഓക്കെ. ഇവിടെ നമ്മൾ ഐ ആം എ ടീച്ചർ എന്ന് പറഞ്ഞാൽ ഞാനൊരു ടീച്ചർ ആകുന്നു. അത് സിമ്പിൾ ആയിട്ടുള്ള ഒരു സെന്റൻസ് ആണ്. എന്തില്? പ്രസന്റില് ഉള്ള സെന്റൻസ് ആണ്. ഞാനൊരു ടീച്ചർ ആകുന്നു. ഞാനൊരു ടീച്ചർ ആകുന്നില്ല. ഞാനൊരു ടീച്ചർ അല്ല. I am not. അപ്പൊ നമ്മള് നെഗറ്റീവാ. അപ്പൊ അതിനെയാണ് നെഗറ്റീവ് സെന്റൻസ് പറയുന്നത്. ആകുന്നു എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് സെന്റൻസ് ആണ്. ആകുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്ക് നെഗറ്റീവ് സെന്റൻസ് ആണ്. അപ്പൊ ഐ ആം നോട്ട് എ ടീച്ചർ. ഓക്കെ അല്ലേ? ഞാനൊരു ടീച്ചർ ആകുന്നില്ല. അപ്പൊ എന്നോട് വേറെ ആരെങ്കിലും ചോദിക്കോ നീ ഒരു ടീച്ചർ ആണോ? അങ്ങനെ ചോദിക്കില്ലേ? You are a teacher. യു ആർ എ ടീച്ചർ നീ ഒരു ടീച്ചർ ആകുന്നു. Are you? അത് അതെങ്ങനെ ചോദിക്കാം?
എങ്ങനെ ചോദിക്കുന്നത് അറിയോ? അപ്പൊ അത് നമുക്ക് ആ സ്റ്റേറ്റ്മെന്റ് പറയാം. നീ ഒരു ടീച്ചർ ആകുന്നു. എങ്ങനെ പറയാം? നീ അപ്പൊ ഞാൻ തന്നെ ഒരു ടീച്ചർ ആകുന്നു എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. നീ ഒരു ടീച്ചർ ആകുന്നല്ലേ ചോദിക്കുള്ളൂ. അപ്പൊ ഞാൻ ആദ്യം പറയാം നീ ഒരു ടീച്ചർ ആകുന്നു. എങ്ങനെ പറയും? ഐ ആം എന്നുള്ളതിന് പകരം യു ആയതുകൊണ്ട് ബഹുവചനമാണ്. യുവിന്റെ കൂട്ടത്തിൽ ആകുന്നു എന്ന് പറയണമെങ്കിൽ യു ആർ എ നീ ഒരു ടീച്ചർ ഓക്കെ അല്ലേ? നീ ഒരു ടീച്ചർ ആകുന്നു. അപ്പൊ നീ ഒരു ടീച്ചർ ആകുന്നു എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ശരിയല്ലേ? നീ ഒരു ടീച്ചർ ആകുന്നു. നീ ഒരു ടീച്ചർ ആണോ ആകുന്നോ എന്ന് ചോദിച്ചാൽ അത് നമുക്ക് ചോദ്യമായിട്ട് ചോദിക്കത്തില്ലേ? എങ്ങനെ ചോദിക്കും? ഇതിനകത്തുള്ള ഈ ആറിനെ എടുത്തിട്ട് ആദ്യം ഇട്ടാ മതി. ആർ യു എ ടീച്ചർ. അറിയോ ടീച്ചർ? നീ ഒരു ടീച്ചർ ആണോ? നീ ഒരു ടീച്ചർ ആണോ? നീ ഒരു ടീച്ചർ അല്ല. എങ്ങനെ പറയും? യു ആർ യു കഴിഞ്ഞിട്ട് ആറിന്റെ കൊടുത്ത് ഒരു നോട്ട് ഇട്ടാ മതി. യു ആർ നോട്ട് എ ടീച്ചർ. He is happy. He is happy എന്ന് പറഞ്ഞാല് അതും സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസ് ആണ്. അവൻ സന്തോഷവാനാകുന്നു. He is happy അല്ലേ? അത് പ്രസന്റിലല്ലേ? ഇപ്പൊ നിലവിലല്ലേ സന്തോഷം? He is happy എന്ന് പറഞ്ഞാല് ഇപ്പൊ നിലവില് ഈസ് ഉള്ളത് കൊണ്ട് അത് പ്രസന്റ് അല്ലാതാവുന്നുണ്ടോ? സിമ്പിൾ ആയിട്ടുള്ള പ്രസന്റ് അല്ലാതാവുന്നുണ്ടോ? ഉണ്ടോ? കാരണം ഈസ് വേറെ ക്രിയന്റെ കൂട്ടത്തിലല്ല ഉള്ളത് അല്ലേ? He is happy എന്ന് പറഞ്ഞാല് അദ്ദേഹം സന്തോഷവാൻ ആകും. അദ്ദേഹം സന്തോഷം അല്ല എന്ന് പറഞ്ഞാലോ? He is ഒരു നോട്ട് ചേർത്താ പോരെ? നോട്ട് ഹാപ്പി. അദ്ദേഹം സന്തോഷവാൻ അല്ല. അദ്ദേഹം സന്തോഷവാൻ ആണോ ചോദ്യം ചോദിക്കത്തില്ലേ? എങ്ങനെ ചോദിക്കും? ഈസിന്റെ അടുത്ത് ആദ്യം ഇട്ടാ പോരെ? ഈസ് ഹി ഹാപ്പി? സന്തോഷവാൻ ആണോ? മനസ്സിലായോ? അപ്പോ ഐ ആം എ ടീച്ചർ അത് ചോദിക്കുന്നത് മനസ്സിലായില്ലേ? ഐ ആം നോട്ട് എ ടീച്ചർ, ഐ ആം എ ടീച്ചർ അല്ലേ? ഈസ് എ ടീച്ചർ